എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരു ഉത്തമയായ സ്ത്രീ അവളുടെ ഭർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കും. അതുപോലെ തന്നെ അവൾ ഭർത്താവിൻ്റെ സഹോദരിയോടും സഹോദരനോടും ഭർത്താവിൻ്റെ അച്ഛനമ്മമാരോടും സ്നേഹം കാണിക്കും. എന്നാൽ ഇവൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതോ അവളുടെ ഭർത്താവിനെ തന്നെയായിരിക്കും. എന്നാൽ ഇക്കാര്യം മറ്റുള്ളവരെ അറിയാൻ അനുവദിക്കില്ല. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളോടും അവൾ സ്നേഹം കാണിക്കും. കാരണം അവളുടെ ഭർത്താവിന് അത് ഇഷ്ടമാണ്, അല്ലെങ്കിൽ അയാൾക്ക് സമ്മതമാണ്. അതുകൊണ്ട് മാത്രം. അവളുടെ ഭർത്താവ് ആ കുടുംബത്തിൽ നിന്ന് അകലാൻ ശ്രമിച്ചാലോ അകന്നാലോ അവൾ പിന്നെ ആരോടും ആ സ്നേഹം കാണിക്കില്ല. അവൾ നേരെ ഭർത്താവിൻ്റെ പുറകിൽ പോയി നിൽക്കും, അല്ലേ? ഭർത്താവിൽ നിന്നും സ്നേഹവും കരുതലും എങ്ങനെ നേടിയെടുക്കാം? ഭർതൃവശ്യം എങ്ങനെ ചെയ്യാം? അല്ലെങ്കിൽ ഭർത്താവിനെ സ്വന്തം വരുതിയിൽ എങ്ങനെ കൊണ്ടുവരാം? അതുപോലെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനൊരു പ്രഭാവശാലിയായ മന്ത്രത്തെയും അതിൻ്റെ സരളമായ വിധിയെയും പറഞ്ഞുതരാം. അതിനു മുമ്പ് മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാം. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയും ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്താൽ ഒരു സത്യം ഞാൻ പറയാം. ഭർതൃവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷേത്രങ്ങളിൽ പോവുകയോ കർമ്മങ്ങൾ ചെയ്യിക്കുകയോ മന്ത്രം ജപിക്കുകയോ വേണ്ട. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ നിങ്ങളുടെ വൈവാഹിക ജീവിതം സന്തോഷത്തോടെ നയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഭർത്താവിനെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതിരിക്കുക. അടുത്തത്, ഭർത്താവ് എപ്പോഴും നിങ്ങളെ പ്രേമിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എപ്പോഴും വൃത്തിയോടും വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിച്ചും ഇരിക്കുക. അടുത്തത്, ഭാര്യയുടെ ഒരു സൗമ്യമായ സംസാരവും പ്രേമത്തോടുള്ള പെരുമാറ്റവും ഭർത്താവിൻ്റെ അന്നേ ദിവസത്തെ എല്ലാ ക്ഷീണവും അകറ്റുന്നു. അതുകൊണ്ട് ജോലി ചെയ്തു വരുന്ന ഭർത്താവിൻ്റെ മുന്നിൽ മുഖം കറുപ്പിച്ച് നിൽക്കാതെയെങ്കിലും ഇരിക്കുക. അടുത്തത്, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോടൊപ്പം സന്തോഷവതിയായി ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയോ സംസാരത്തെയോ ശ്രദ്ധിക്കുന്നത് നിർത്തുക. അടുത്തത്, നിങ്ങളുടേത് അറേഞ്ച് മാരേജ് ആയിരുന്നാലും ലവ് മാരേജ് ആയിരുന്നാലും ശരി, വിവാഹത്തിന് ശേഷം ഭർത്താവിനോട് കാമുകി എന്ന പോലെ പെരുമാറാതിരിക്കുക. അങ്ങനെ ഭർത്താവിൻ്റെ കാമുകിയെ പോലെ പെരുമാറുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചില കുറവുകൾ ഉള്ളതുപോലെ തോന്നും. അടുത്തത്, ഒരിക്കലും നിങ്ങൾ ഇത് കരുതിയിരിക്കരുത്, ഭർത്താവ് നിങ്ങളോട് എപ്പോഴും പ്രേമം പ്രകടിപ്പിക്കുമെന്ന്. അല്ലെങ്കിൽ ഭർത്താവ് നിങ്ങളോട് പ്രേമം കാണിക്കുന്നില്ല എന്നതിൻ്റെ അർത്ഥം നിങ്ങളോട് പ്രേമം ഇല്ല എന്നല്ല. എല്ലാവരും ഉള്ളിലെ പ്രേമത്തെ പുറത്ത് കാണിക്കണമെന്നില്ല. അടുത്തത്, ഒരു ബുദ്ധിമതിയായ സ്ത്രീ തനിക്ക് എന്തെങ്കിലും തെറ്റുപറ്റി തൻ്റെ തെറ്റ് കാരണം ഭർത്താവ് ദേഷ്യപ്പെടുന്നുവെങ്കിൽ ഉടൻ തന്നെ തൻ്റെ തെറ്റ് സമ്മതിച്ച് മാപ്പ് പറയും. അടുത്തത്, വൈവാഹിക ജീവിതം ധന്യമാക്കണമെന്ന് ഭാര്യ ആഗ്രഹിക്കുന്നുവെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ഇതാണ്: ഭർത്താവിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ നല്ലതുപോലെ അറിഞ്ഞിരിക്കുക. ഭർത്താവിൻ്റെ ആർത്ഥിക സ്ഥിതി അനുസരിച്ച് മാത്രം നിങ്ങൾ ഓരോ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉന്നയിക്കുക. അതുപോലെ തന്നെ ചിലവും അറിഞ്ഞ് ചെയ്യുക. നല്ല ഐക്യതയുള്ള വൈവാഹിക ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഭർത്താവ് അറിയാതെ ആർക്കും കാശ് കൊടുക്കുകയോ ഭർത്താവിനെ അറിയിക്കാതെ ആരെയും വീട്ടിലേക്ക് വിളിക്കുകയോ ചെയ്യരുത്. ഒരു ഭാര്യയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്: നിങ്ങളുടെയും കുഞ്ഞുങ്ങളുടെയും ഭാവിക്കായും സന്തോഷത്തിനായും വേണ്ടിയാണ് ഭർത്താവ് ഇങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്നു എന്ന കാര്യം. അതുകൊണ്ട് അവരെ വേണ്ടത്ര ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണം. കാരണം അവർ അത് അർഹിക്കുന്നു. ഭർത്താവിനോട് കാര്യമില്ലാത്ത കാര്യത്തിന് വഴക്കുണ്ടാക്കുകയോ അകാരണമായി അവരെ സംശയദൃഷ്ടിയോടെ നോക്കുകയോ ചെയ്യാതിരിക്കുക.
എല്ലാവരും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ഭർത്താവ് ഇനി എങ്ങനെയുള്ള ആളായിരുന്നാലും ശരി, തൻ്റെ ഭാര്യയുടെ അഭിമാനത്തിൻ്റെ കാര്യമായാൽ അവൻ തൻ്റെ ജീവൻ മറന്നും പോരാടാനിറങ്ങും. ഭാര്യയുടെയും മക്കളുടെയും സംരക്ഷണത്തിൻ്റെ കാര്യമാകുമ്പോൾ എത്ര അലസനായിരിക്കുന്ന വ്യക്തിയായിരുന്നാലും ചീറ്റപ്പുലിയായി അവിടെ മാറും. അടുത്തത്, ഐശ്വര്യപൂർണമായ ജീവിതം ആഗ്രഹിക്കുന്ന ബുദ്ധിമതികളായ സ്ത്രീകൾ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ കുറ്റങ്ങളെയും കുറവുകളെയും പറ്റി അവളുടെ വീട്ടിലോ അവളുടെ വീട്ടിലെ കാര്യങ്ങൾ ഭർത്താവിൻ്റെ വീട്ടിലോ പറയുകയില്ല. അടുത്തത്, ഏത് സ്ത്രീയാണോ സ്വന്തം ഭർത്താവിനെ തരം താഴ്ത്തുന്ന രീതിയിൽ മറ്റുള്ളവരോട് പറയുകയും എപ്പോഴും ഭർത്താവിനെ കുറ്റം പറയുകയും ചെയ്യുമ്പോൾ അവൾക്ക് ലഭിക്കേണ്ട വിലയും സ്നേഹത്തെയും എന്നേക്കുമായി ഇല്ലാതാക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഈ 14 കാര്യങ്ങൾ ഏതൊരു സ്ത്രീയും ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ ജീവിതത്തെയും അവരുടെ കുടുംബത്തെയും സ്വർഗതുല്യമാക്കുവാൻ കഴിയും. നമ്മളെ ആരെങ്കിലും സ്നേഹിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മളും അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വേണം. അല്ലാതെ അത് പ്രതീക്ഷിക്കരുത്. ഭാര്യ ഭർത്താക്കന്മാർ ഇടയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ദിവ്യമായ ശിവമന്ത്രത്തെ പറഞ്ഞുതരാം. മന്ത്രം ഇതാണ്: ഓം നമ സംഭവായ ച മയോഭവായ ച നമഃ, ശങ്കരായ ച മഹേസ്കരായ ച നമഃ, ശിവായ ച ശിവതരായ ച. ഒരിക്കൽ കൂടി കേട്ടോളൂ. ഓം നമ സംഭവായ ച മയോഭവായ ച നമഃ, ശങ്കരായ ച മഹേസ്കരായ ച നമഃ, ശിവായ ച ശിവതരായ ച. ഈ മന്ത്രത്തെ വീടിനടുത്തുള്ള ശിവാലയത്തിൽ പോയിരുന്ന് ജപിക്കുക. നല്ല മാറ്റങ്ങൾ വീട്ടിൽ കണ്ടു തുടങ്ങും, തീർച്ച. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.